കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പശ്ചിമേഷ്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അസമാധാനത്തിൻ്റെ കാറ്റ് ദുബായിലെ പ്രോപ്പർട്ടി മാർക്കറ്റിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, അത് സ്വാധീനിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ പലപ്പോഴും ദുബായിൽ ഇനി രക്ഷയില്ല, ദുബായിൽ ഇനി ജീവിക്കാൻ സാധിക്കില്ല, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൂർണ്ണമായും നമുക്കൊരു വലിയൊരു നഷ്ടമായി തീരും എന്നൊക്കെ പറഞ്ഞ് ഭീതി പരത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ. അവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലുള്ള ദുബായ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടന്നതെന്ന്. കഴിഞ്ഞ മാർച്ചിൽ ഏകദേശം 14,000 ട്രാൻസാക്ഷനാണ് നടന്നത്. 42 ബില്യൻ്റെ ബിസിനസ് നടന്നിട്ടുണ്ടായിരുന്നു. അത് ഏപ്രിൽ എത്തുമ്പോൾ ഏകദേശം അതുപോലെ തന്നെ 14,000-ൻ്റെ അടുത്തുള്ള 13,000-ൻ്റെ മേലെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. 37 ബില്യൻ്റെ ബിസിനസ് നടന്നിട്ടുണ്ട്. എന്നാൽ മെയ് മാസത്തിലേക്ക് വന്നപ്പോൾ മെയ് മാസത്തിൽ വളരെ താഴേക്ക് വരികയും 22 ബില്യൻ്റെ ബിസിനസ്സാണ് നടന്നത്. ആ സമയത്താണ് എല്ലാവരും ഒരു ഭീതിയോടുകൂടി ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതിലുള്ള പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ മടിച്ചത്. പക്ഷെ ജൂൺ മാസത്തിലേക്ക് കയറുന്നതോടുകൂടി വളരെ വലിയൊരു വ്യത്യാസം വന്നു. 13,000-ൻ്റെ മേലെ ട്രാൻസാക്ഷൻ വന്നു. 33 ബില്യൻ്റെ ബിസിനസ്സും നടക്കുകയുണ്ടായി. അത് ജൂലൈയിലും അതുപോലെ തന്നെ നിലനിർത്തി 14,000-ൻ്റെ ട്രാൻസാക്ഷനിലെത്തി 35 ബില്യൻ്റെ ബിസിനസ് നടക്കുകയുണ്ടായി. ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത് ദുബായിൽ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷെ ബയേഴ്സ് പഴയതുപോലെയല്ല, വളരെ ചൂസിയാണ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു റൈറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ റൈറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ ആരൊക്കെയോ ചെയ്യുന്ന പരസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കണ്ട പ്രോപ്പർട്ടിയിൽ പോയി നമ്മൾ തലവെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ അബദ്ധമായി മാറും. നമ്മൾ വളരെ റൈറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കണ്ടെത്തി അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദുബായ് എന്നും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്.